നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി. സാധാരണക്കാരെ നമ്മുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ പുതിയ നിയമങ്ങളാണ് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. പാചകവാതക വില, റെയിൽവേ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ്, ബാങ്കിംഗ്, ആദായനികുതി, UPI തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഈ മാസം മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഒന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രധാന വാർത്ത നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ വലിയൊരു കുറവ് വന്നിട്ടുണ്ട്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് കൊൽക്കത്തയിൽ 209 രൂപയും ഡൽഹിയിൽ 202 രൂപയും കുറഞ്ഞിട്ടുണ്ട്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും മറ്റു ചെറുകിട വ്യവസായങ്ങൾക്കും ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അമേരിക്കയിൽ നിന്നുള്ള LPG ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചതാണ് ഇതിനൊരു പ്രധാന കാരണം. എന്നാൽ വീട്ടിലുപയോഗിക്കുന്ന 14.2 കിലോ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല. വില കൂടിയിട്ടില്ല എന്നൊരു ആശ്വാസമുണ്ട്. അപ്പോൾ വില പഴയ നിലയിൽ തന്നെ തുടരും. അതേസമയം വിമാന ഇന്ധന വില ലിറ്ററിന് 5 രൂപ കൂട്ടിയിട്ടുമുണ്ട്. 10 വർഷത്തിലധികം പഴക്കമുള്ള ആധാർ കാർഡ് ഉള്ളവർക്ക് ഒരു സുപ്രധാന മുന്നറിയിപ്പുണ്ട്. ഓൺലൈനായി സൗജന്യമായി ആധാർ വിവരങ്ങൾ പുതുക്കാനുള്ള തീയതി വീണ്ടും നീട്ടിയിട്ടുണ്ട്. 2027 ജൂൺ 14 വരെ നിങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ വഴി യാതൊരു ഫീസും ഇല്ലാതെ തിരിച്ചറിയൽ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാം. എന്നാൽ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ പോസ്റ്റ് ഓഫീസിലോ പോയാൽ 50 രൂപ നിങ്ങൾ അവർക്ക് സർവീസ് ചാർജായി നൽകേണ്ടി വരും. ഇനി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ഇൻഷുറൻസ് എടുക്കാനോ പോകുമ്പോൾ ഓരോ തവണയും ആധാറും പാൻ കാർഡും കോപ്പി എടുത്ത് കൊടുക്കേണ്ടതില്ല. കാരണം ഓഗസ്റ്റ് 1 മുതൽ CKYC 2.0 നിലവിൽ വരികയാണ്. നിങ്ങൾക്ക് 14 അക്കങ്ങളുള്ള ഒരു സവിശേഷ നമ്പർ ലഭിക്കും. ഈ നമ്പർ കൊടുത്താൽ ബാങ്കുകൾക്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ കേന്ദ്രീകൃത ഡേറ്റാബേസിൽ നിന്ന് നേരിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പണത്തട്ടിപ്പുകൾ തടയാനും കടലാസ് പണികൾ ഒഴിവാക്കാനും ഒക്കെ ഇത് ഏറെ സഹായിക്കുമെന്ന് കരുതാം. 2025-26 വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31 ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫയൽ ചെയ്തില്ലേ എങ്കിൽ ഇനി ലേറ്റ് ഫീ അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 1000 രൂപയും 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5000 രൂപയുമാണ് പിഴയായി ഒടുക്കേണ്ടി വരിക. ഓഡിറ്റ് ആവശ്യമില്ലാത്ത ബിസിനസ്സുകാർക്ക് ITR 3 ഫയൽ ചെയ്യാൻ ഓഗസ്റ്റ് 31 വരെ സമയമുണ്ട്. അതും ശ്രദ്ധിക്കുക. ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അടുത്തത്. തത്കാൽ ടിക്കറ്റ് എടുക്കാൻ ഇനി പുലർച്ചെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഓഗസ്റ്റ് 1 മുതൽ തത്കാൽ ബുക്കിംഗ് ആരംഭിക്കുന്ന സമയത്ത് മാത്രമേ കൗണ്ടറുകളിൽ ടോക്കൺ നൽകി തുടങ്ങുകയുള്ളൂ. മാത്രമല്ല ടിക്കറ്റ് മാഫിയയെ തടയാൻ ആധാർ OTP വെരിഫിക്കേഷനും ബുക്കിംഗ് പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ കഴിയൂ. യഥാർത്ഥ യാത്രക്കാർക്ക് ഇതിലൂടെ എളുപ്പത്തിൽ ടിക്കറ്റ് ലഭിക്കാൻ ഇത് സഹായിക്കും. ഇനി ഭവന വായ്പ, വാഹന വായ്പ എന്നിവ എടുത്തവർക്ക് ആശ്വാസമായി റിപ്പോ നിരക്കിൽ RBI മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നിലവിൽ റിപ്പോ നിരക്ക് 5.25% തുടരുകയാണ്. അടുത്ത പണനയ അവലോകന യോഗം ഓഗസ്റ്റ് 3 മുതൽ 5 വരെ നടക്കും. നിരക്കുകൾ കൂടാൻ നിലവിൽ സാധ്യത കുറവായതിനാൽ നിങ്ങളുടെ പ്രതിമാസ EMI തുകയിലും ഉടനെ വർധനവ് ഉണ്ടാകാനിടയില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇനി ബാങ്കിംഗ് മേഖല സംബന്ധിച്ചാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ബാങ്കുകൾക്ക് ഒട്ടേറെ അവധികളുണ്ട്. കേരളത്തിലെ പ്രധാന അവധികൾ ഇനി പറയാം. ഓഗസ്റ്റ് 11 കർക്കിടക വാവിന്റെ അവധിയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ഓഗസ്റ്റ് 25 ഒന്നാം ഓണം, ഓഗസ്റ്റ് 26 തിരുവോണം, ഓഗസ്റ്റ് 28 ശ്രീനാരായണ ഗുരു ജയന്തി, വാരാന്ത്യ അവധികൾ ഉൾപ്പെടെ രാജ്യത്ത് ആകെ 14 ദിവസത്തോളം ബാങ്കുകൾക്ക് ഈ മാസം അവധിയായിരിക്കും. ബാങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ തീയതികൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇതിനു പുറമെ സ്പീഡ് പോസ്റ്റ് നിരക്കുകളിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആധാർ, പാൻ കാർഡ് എന്നിവ ഇനി മുതൽ ഡോക്യുമെന്റ്സ് വിഭാഗത്തിലായിരിക്കും അയക്കുക. ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് വമ്പൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് FD അല്ലെങ്കിൽ സ്വർണം ഈട് നൽകി UPI വഴി നേരിട്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ ഇനി മുതൽ സാധിക്കും. ഇതുവഴി സുഹൃത്തുക്കൾക്ക് പണം അയക്കാനും ATM-ൽ നിന്ന് പ്രതിദിനം 10,000 രൂപ വരെ പിൻവലിക്കാനും കഴിയും. കൂടാതെ UPI ആപ്പുകളിൽ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നത് ഒരു ദിവസം പരമാവധി 50 തവണയായി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. HDFC, SBI, ICICI തുടങ്ങിയ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. മുൻ മാസങ്ങളിൽ നിശ്ചിത തുക ക്രെഡിറ്റ് കാർഡ് വഴി ചെലവാക്കിയവർക്ക് മാത്രമേ ഇനി ലോഞ്ച് ആക്സസ് ലഭിക്കൂ. അതേസമയം ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക സന്തോഷ വാർത്തയുണ്ട്. ക്രെഡിറ്റ് കാർഡ് ബില്ല് വൈകിയാൽ ലേറ്റ് ഫീസിനും നികുതിക്കും മുകളിൽ കോമ്പൗണ്ടഡ് പലിശ ഈടാക്കുന്ന രീതി റിസർവ് ബാങ്ക് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. വ്യാപാര ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്ക് ഒരു ആശ്വാസ വാർത്തയുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പുതിയ GST E-Way ബിൽ നിയന്ത്രണങ്ങൾ GST നെറ്റ്വർക്ക് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. ഷിപ്പ് ടു GSTIN നിർബന്ധമാക്കുന്നതിനും സാധനങ്ങൾ എത്തിയാൽ ഉടനെ E-Way ബിൽ ക്ലോസ് ചെയ്യുന്നതുമായ നിയമങ്ങളാണ് വ്യവസായികളുടെ അഭ്യർത്ഥന മാനിച്ച് തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നത്. അതിനാൽ പഴയ രീതിയിൽ തന്നെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും.
2026 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്ന ഈ സുപ്രധാന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. സാധാരണക്കാരെ എല്ലാവർക്കും ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഉപകാരപ്രദമായ മാറ്റം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വിശ്വസനീയമായ സാമ്പത്തിക വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.